മുസ്ലിങ്ങളെ RSSൽ ചേർക്കുമോ? ബംഗളൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സർസംഘ ചാലകിനോടുള്ള ഒരു കുഴപ്പിക്കുന്ന ചോദ്യമായിരുന്നത്. എന്നാൽ സർസംഘ ചാലക് അതിന് കൃത്യമായി വ്യക്തമായി മറുപടി നൽകി ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞു. മോഹൻ ഭാഗവത് നൽകിയ ഉത്തരം ഇങ്ങനെ: സംഘപരിവാറിൽ ചേരാൻ ബ്രാഹ്മണർക്ക് അനുവാദമില്ല, ഒരു ജാതിയിൽപ്പെട്ട ആളുകൾക്കും അനുവാദമില്ല, മുസ്ലിങ്ങൾക്കും അനുവാദമില്ല, ക്രിസ്ത്യാനികൾക്കും അനുവാദമില്ല. നിങ്ങൾ ശാഖയിലേക്ക് വരുമ്പോൾ ഭാരത മാതാവിൻ്റെ പുത്രനായിട്ടാണ് വരുന്നത്. വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക്, അവർ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആകട്ടെ, അവരുടെ വേർതിരിവ് ഒഴിവാക്കിക്കൊണ്ട് സംഘത്തിലേക്ക് വരാം. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ശാഖയിലേക്ക് വരുന്നു, എന്നാൽ അവർ ആരാണെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല എന്നാണ് മോഹൻ ഭാഗവത് അവകാശപ്പെട്ടത്. നയങ്ങളെയും നിലപാടുകളെയുമാണ് RSS ഇതുവരെ പിന്തുണയ്ക്കുന്നതെന്നും രാഷ്ട്രീയ പാർട്ടികളെ അല്ലെന്നും ബംഗളൂരു സംഘടിപ്പിച്ച പരിപാടിയിൽ മോഹൻ ഭാഗവത് വ്യക്തമായ നിലപാടറിയിച്ചു. ഒരു കാര്യത്തിന് കൂടി വ്യക്തത വരുത്തിയ സർസംഘ ചാലക് വീണ്ടും ഞെട്ടിച്ചു. BJPക്ക് പകരം കോൺഗ്രസ്സാണ് രാമക്ഷേത്രത്തെ അന്ന് പിന്തുണച്ചിരുന്നതെങ്കിൽ RSSൻ്റെ മൊത്തം വോട്ടും കോൺഗ്രസിന് ലഭിക്കുമായിരുന്നെന്ന്. സർസംഘ ചാലക് മോഹൻ ഭാഗവത് ഇത് തുറന്നടിച്ചപ്പോൾ കോൺഗ്രസ്സുകാർക്കും ഇത് അറിയാമായിരുന്നെന്ന് വ്യക്തം. 2026 ഹജ്ജ് ഉഭയകക്ഷി കരാറിൽ സൗദി അറേബ്യയും ഇന്ത്യയും വീണ്ടും ഒപ്പുവെച്ചു എന്നതുകൂടി ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. എല്ലാവരും വർഗീയ സർക്കാർ എന്ന് വിളിക്കുന്ന കേന്ദ്രത്തിലെ BJP സർക്കാരാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് ഇക്കുറിയും ഹജ്ജിന് പോകുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു കുറവുമില്ല. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവും സൗദി ഉംറ മന്ത്രിയുമാണ് ഞായറാഴ്ച ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ ഈ ഒരു ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ചത്. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ അതേ കോട്ടയായ 1,70,7525 തീർത്ഥാടകർ ഇത്തവണയും ഇന്ത്യയിൽ നിന്നും ഹജ്ജിന് സൗദിയിലെത്തും. അത് കേന്ദ്രത്തിലെ BJP സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തരമൊരു സംഭവം അങ്ങ് സൗദിയിൽ നടക്കുമ്പോഴാണ് ഇവിടെ ബംഗളൂരുവിൽ സർസംഘ ചാലകിനെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ സംഘത്തിൽ ചേർക്കുമോ എന്ന ഇളക്കുന്ന ചോദ്യവുമായി ചിലർത്തിയത്. അതിന് തൻ്റെ മറുപടി തുടരുകയാണ് സർസംഘ ചാലക്. ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുമില്ല. രാഷ്ട്രീയം വിഭജിക്കലിൻ്റെതാണ്, സംഘപരിവാറിൻ്റെ ലക്ഷ്യം ഒന്നിപ്പിക്കലാണ്. രാഷ്ട്രീയത്തെയെല്ലാം നയങ്ങളാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത്. ഉദാഹരണത്തിന് രാമക്ഷേത്രം വേണമെന്നത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് BJPയാണ് അതിനൊപ്പം നിന്നത്. രാമക്ഷേത്രം എന്ന ആശയത്തിനൊപ്പം കോൺഗ്രസ് നിന്നിരുന്നെങ്കിൽ സ്വയം സേവകരുടെ വോട്ട് കോൺഗ്രസ് ലഭിച്ചേനെ എന്ന്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഇപ്പോഴും പറയുന്നു സംഘപരിവാറിന് പ്രത്യേക അടുപ്പമില്ല. സംഘ് പാർട്ടി എന്നൊന്നില്ല, എല്ലാം ഭാരതത്തിലെ പാർട്ടികളായതിനാൽ എല്ലാ പാർട്ടികളും ഞങ്ങളുടേതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. ഈ രാജ്യം ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് ധാരണയുമുണ്ട്. ആ ദിശയിലേക്ക് രാജ്യത്തെ നയിക്കാൻ കഴിവുള്ളവരെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് മോഹൻ ഭാഗവത് വളരെ വ്യക്തമായ നിലപാടോടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്.